മരണക്കിടക്കയിൽ നിന്ന് സിസ്റ്റർ ലിനി തന്റെ പ്രിയപ്പെട്ടവനെഴുതിയ ആ കത്ത് ഓർമ്മയില്ലേ? ജീവനും ജീവിതവും നിരാലംബരായ മനുഷ്യർക്കു വേണ്ടി നീക്കിവെച്ച എത്രയോ മാലാഖമാരുടെ നേർസാക്ഷ്യം. പക്ഷേ പൊള്ളയായ പാടിപ്പുകഴ്ത്തുകൾ കൊണ്ട് അടുപ്പഴിയാതെ വന്നപ്പോഴാണ് പണ്ടും ഇപ്പോഴും അവർക്ക് തെരുവിലിറങ്ങേണ്ടി വന്നത്. 20 വർഷമായി ജോലി ചെയ്തിട്ടും അടിസ്ഥാന ശമ്പളം 20,000 രൂപ എത്തിയിട്ടില്ല എന്ന് ഇന്നും അവർ പറയുന്നുണ്ടെങ്കിൽ അവരെ കേൾക്കേണ്ട കടമ ആശുപത്രി മാനേജ്മെന്റുകൾക്കുണ്ട്. മുതലാളിമാർക്ക് മുന്നിൽ മുട്ടിലിടേണ്ടവരല്ല എന്ന ബോധ്യത്തിൽ ആവശ്യങ്ങൾ നേടും വരെ സമരം എന്നവർ പറയുമ്പോൾ അത് അന്തസ്സോടെ ജോലി ചെയ്യാനുള്ള അവകാശ പോരാട്ടം കൂടിയാണ്. ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നിങ്ങളോട് മാത്രം ഐക്യപ്പെടുമ്പോഴും കാരുണ്യത്തിന്റെ മാലാഖമാരെ, നിങ്ങളുടെ കടപ്പാട് നിങ്ങളുടെ മുന്നിലെത്തുന്ന നിരാലംബരായ മനുഷ്യരോടുമാകണ്ടേ. ചികിത്സ നിഷേധിക്കപ്പെട്ടെന്ന ഒരു മനുഷ്യന്റെയെങ്കിലും കണ്ണീര് കൊണ്ട് നിങ്ങളുടെ സമരം കളങ്കപ്പെട്ടാൽ ഈ നാട്ടിലെ പൊതുജനാരോഗ്യ സംവിധാനത്തെ ഒന്നാകെ വിഴുങ്ങാൻ കാത്തുനിൽക്കുന്ന കഴുകന്മാർക്കാകും അത് അവസരമാകുക എന്നതുകൂടി നിങ്ങൾ തിരിച്ചറിയണം. സർക്കാർ ആശുപത്രികളിലേക്ക് എത്തുന്ന അത്ര തന്നെയോ അതിൽ കൂടുതലോ ആളുകൾ കേരളത്തിൽ പ്രൈവറ്റ് ആശുപത്രിയിലും എത്തുന്നുണ്ട് എന്നാണ് കണക്കുകൾ. ബ്ലാക്ക് സ്റ്റോണും KKR-ഉം പോലുള്ള വൻകിട പ്രൈവറ്റ് ഇക്വിറ്റി കമ്പനികൾ കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയിലേക്ക് കോടികൾ പമ്പ് ചെയ്യുമ്പോൾ ആ പ്രളയത്തിൽ പിടിച്ചു നിൽക്കാനാകാതെ പോകുന്നത് ചെറിയ പ്രൈവറ്റ് ആശുപത്രികൾക്കും ക്രമേണ കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് ഒന്നാകെയുമാണ്. സാധാരണക്കാരന് ആശ്രയിക്കാവുന്ന പ്രൈവറ്റ് ആശുപത്രികൾ ഇവിടെ നിലനിൽക്കേണ്ടത് സാധാരണക്കാരന്റെ കൂടി ആവശ്യമാണ്. എന്നുകരുതി കൂലി ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്നവരെ പൂട്ടിയിടാനും പിരിച്ചുവിടാനുമാണ് തീരുമാനമെങ്കിൽ ഒരുമിച്ച് തെളിവിലിറങ്ങും ഈ നാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.